അടൂർ ശബ്ദരേഖാ വിവാദത്തിൽ പോരുമുറുകുകയാണ്. CPM ലോക്കൽ കമ്മിറ്റി അംഗമായ കൗൺസിലർക്ക് ഏരിയ കമ്മിറ്റി അംഗമായ നഗരസഭാ അധ്യക്ഷ വക്കീൽ നോട്ടീസ് അയച്ചു. അഭിലാലാണ് വിവരങ്ങളുമായുള്ളത്. അഭിലാൽ, ഈ നഗരസഭാ അധ്യക്ഷക്കെതിരെ ഉയർത്തിയ വിമർശനം വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വരികയും സ്വാഭാവികമായി അവർക്ക് ദുഷ്കീർത്തി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതൊരു നിയമ നടപടിയിലേക്ക് കടക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ? ശബ്ദരേഖാ വിവാദത്തിലൂടെ റോണി പാണത്തുണ്ടിൽ ആരോപിച്ചത് നഗരസഭാ അധ്യക്ഷയ്ക്ക് അടൂരിലെ ലഹരി മാഫിയ ഇടപാടുമായി ബന്ധമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ വിഷയത്തിൽ റോണി പാണത്തുണ്ടിലിനോട് പാർട്ടി ഏരിയ നേതൃത്വം വിശദീകരണം ആവശ്യപ്പെട്ട് ഏതാനും ദിവസം കൂടി പിന്നിടുന്ന വേളയിലാണ് നിയമപരമായ മറ്റൊരു നടപടിയിലേക്ക് കൂടി ദിവ്യ റിജി മുഹമ്മദ് കടന്നിട്ടുള്ളത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശത്തിലൂടെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ പരിപൂർണമായി പിൻവലിച്ച് മാപ്പ് പറയണമെന്നുള്ളതാണ് നോട്ടീസിലെ ആവശ്യം. പത്രമാധ്യമങ്ങളിലൂടെയും നേരിട്ടും മാപ്പ് അപേക്ഷ ഉണ്ടാകണം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാകുന്നില്ല എങ്കിൽ ₹1 കോടി നഷ്ടപരിഹാരം ഈടാക്കുന്നതിനാവശ്യമായ നിയമ നടപടികളിലേക്ക് പോകും എന്നുള്ളതാണ് വക്കീൽ നോട്ടീസിന്റെ ഉള്ളടക്കം. അല്ലാത്ത പക്ഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ പ്രതീക്ഷിക്കാമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട്. ഈ നോട്ടീസിനോട് കൗൺസിലർ ആയിട്ടുള്ള റോണി പാണത്തുണ്ടിൽ പ്രതികരിച്ചിട്ടില്ല. അതേസമയം തന്നെ ഈ വിഷയത്തിൽ ആദ്യഘട്ടത്തിൽ പോലീസ് ഇടപെടുകയും ഇരുവരുടെയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു എങ്കിൽ പോലും കേസ് എടുക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അതേസമയം പാർട്ടി ഈ വിഷയം ഗൗരവമായി തന്നെ കണ്ടിട്ടുണ്ട്. ശക്തമായ നടപടി ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന് നഗരസഭാ അധ്യക്ഷ തന്നെ കത്ത് നൽകിയതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് പാർട്ടി ഈ വിഷയം ഗൗരവമായി തന്നെ പരിശോധിക്കുന്നത്. വിശദീകരണം തേടിയിട്ടുണ്ട്. അതിന് റോണി മറുപടി നൽകിയിട്ടുണ്ടോ പാർട്ടിക്ക് എന്നുള്ളതിൽ വ്യക്തതയില്ല.